ഗ്ലോബൽ കേരള ബിസിനസ് സബ്മിറ്റ് കൊച്ചി എഡിഷനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. തലമുറയുടെ സ്വപ്നങ്ങൾ മാറുകയാണ്. ജെൻസിയുടെ ആഗ്രഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും പരിധികളേയില്ല. ജീവിതത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും അവർക്ക് കൃത്യമായ പ്ലാനുകളുണ്ട്, നിർവചനങ്ങളുമുണ്ട്. മാറുന്ന ജെൻസി വിവാഹ സങ്കല്പങ്ങളെ കുടുംബം എങ്ങനെ കാണുന്നു, സമൂഹം എത്രത്തോളം അതിനെ അംഗീകരിക്കുന്നു? വിശദമായ ചർച്ചകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വെഡിങ് ജെൻസി. സെഷനിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളെ പരിചയപ്പെടാം. ഓവർ ടു ദി വീഡിയോ. A respected voice in mental health and behavioral sciences, Dr. Shalini Nair, consultant psychiatrist at Lisi Hospital, Kochi. With years of experience in understanding the human mind, Dr. Shalini Nair has been actively helping individuals and families navigate emotional disturbances, stress, and modern lifestyle challenges. Her insights on mental health, especially in today's fast-changing world, bring an important perspective to conversations on society and well-being. We are honored to welcome Dr. Shalini Nair to the Global Kerala Business Summit, Kochi. A leader shaping the future of digital consumer platforms, Smita Vasudevan, digital business leader and marketing strategist. She leads M4Marry, one of South India's leading matrimonial platforms, transforming it into a multilingual digital ecosystem, connecting people across the globe. With deep insights into technology, culture, and consumer behavior, Smita speaks widely on digital transformation, AI in consumer platforms, and the evolving dynamics of relationships in the digital age. We are delighted to welcome Smita Vasudevan to the Global Kerala Business Summit, Kochi. തലമുറയുടെ മാറുന്ന വിവാഹ സ്വപ്നങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. പാനലിസ്റ്റുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മിസ് സ്മിത വാസുദേവൻ ആൻഡ് ഡോക്ടർ ശാലിനി നായർ, പ്ലീസ്. ഒപ്പം ഗൗരിപ്രിയയാണ് ഈ സെഷന്റെ മോഡറേറ്റർ. ഗൗരിപ്രിയയെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗൗരി, നമസ്കാരം. ഒരു സോളോ യാത്രയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും പുതിയ ആളുകളെ കണ്ടെത്താനും അവർക്കൊപ്പം ചെറിയൊരു സമയമെങ്കിലും ചെലവഴിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. പ്രാഥമികമായിട്ടും മനുഷ്യർക്ക് ഒറ്റപ്പെട്ട് ജീവിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. പുതിയ കാലത്തെ വിവാഹ സങ്കല്പങ്ങൾ, ജെൻസി തലമുറയുടെ വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഡോക്ടറിൽ നിന്ന് തുടങ്ങാം. പുതിയ തലമുറ, അവരുടെ വിവാഹ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ഇപ്പോഴത്തെ തലമുറ, ഇപ്പോഴത്തെ ന്യൂ ജെൻസി, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മാരേജ് തന്നെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ദേ ആർ മോർ, അവർക്ക് കൂടുതൽ റൈറ്റ്സിനെ പറ്റി അറിയാം. ഇപ്പം തന്നെ ഞാൻ പുറത്തിരുന്നപ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചു, ഒരു പെൺകുട്ടിയോട് ചോദിച്ചു അവരുടെ സങ്കല്പം എന്താണ്. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് പ്രിഫറൻസസ് ഹാവ് ചേഞ്ച്ഡ്. സോ ഇക്വാലിറ്റിയാണ് ആദ്യം വിശ്വസിക്കുന്നത്. ഇപ്പം ഇക്വാലിറ്റി ഇല്ലാത്ത ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ കരിയർ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുവാണെങ്കിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരുടെ നിലപാട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് അവിടെ ആവശ്യമില്ല. അപ്പോൾ ഇമോഷണലി സപ്പോർട്ട് എങ്ങനെയാണ്, അപ്പോൾ അത് പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ജെൻസി ടെർമിനോളജി വരെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അന്നത്തെ കാലത്ത് കോഡ്ഷിപ്പാണ്, ഇപ്പോൾ അത് സിറ്റുവേഷൻഷിപ്പാണ്, ലിവ് ഇൻ റിലേഷൻഷിപ്സ് ആണ്. അപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ ചേഞ്ച് ഓഫ് കംപ്ലീറ്റ് കോൺസെപ്റ്റിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേഞ്ചസാണ് നമ്മൾ ഇപ്പോൾ പരിഹരിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ഈ കുട്ടികൾ കണ്ടുവരുന്ന സാഹചര്യങ്ങൾ, ഇപ്പോൾ വീട്ടിലിപ്പോൾ പണ്ടത്തെ കാലത്ത് ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ
ഇപ്പോൾ അതൊരു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റമാണ്. അപ്പോൾ പലപ്പോഴും 2 പേരൻസ് വർക്ക് ചെയ്താലേ അവിടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കോസ്റ്റ് ഓഫ് ലിവിങ് ഹൈ ആണ്. അപ്പോൾ പലപ്പോഴും കുട്ടികൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒന്നിലെ സെർവൻസിൻ്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അവർ TV കാണുമായിരിക്കും, അല്ലെങ്കിൽ അവർ പാഡിലായിരിക്കും. പല കുട്ടികളും ഫോൺ യൂസേജ് കൂടുതലാണ്, മൊബൈൽ യൂസേജ് കൂടുതലാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ ആ ഒരു സമീപനം, ഇപ്പോൾ പാരൻസിനെയും കുറ്റം പറയാൻ പറ്റില്ല. ഈ കാലഘട്ടത്തിൽ ദേ ആർ ഓൾസോ ബിസി. അവർ 2 പേര് വർക്ക് ചെയ്താൽ തന്നെ അവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇപ്പോഴത്തെ കോസ്റ്റ് ഓഫ് ലിവിങ്, ഇപ്പോഴത്തെ എക്സ്പെൻസസ് അത്രയും അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് ഇപ്പം. അപ്പോൾ കുട്ടികൾ എന്താണ് കാണുന്നത്, അവർ വരുമ്പം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു മീൽസ് അല്ലെങ്കിൽ ഒരു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന മാതാപിതാക്കളായിരിക്കും മാക്സിമം, അല്ലെങ്കിൽ അന്നത്തെ കാര്യങ്ങളായിരിക്കും. അത് ഡിസ്കസ് ചെയ്യാൻ കിട്ടുന്ന ഒരു വേദി ചിലപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പം അവരുടെ ഒരു സങ്കല്പവും മാറുകയാണ്. ദേ ആർ നോട്ട് അവെയർ ഓഫ് ദ ഫാമിലി സിസ്റ്റം. ഇപ്പോൾ പണ്ടത്തെ കാലത്തെ ഒരു ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ട് എപ്പോഴും. ഇപ്പോൾ പേരൻസ് അല്ലെങ്കിലും കസിൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആൻറ്റീസ് ഉണ്ടാവും, അങ്കിൾസ് ഉണ്ടാവും, ഗ്രാൻഡ് പേരൻസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ആ സിസ്റ്റം മൊത്തം ഒരു കോൺസെപ്റ്റ് ഓഫ് മാരേജ് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ കുട്ടികൾ നോക്കുമ്പം അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പം അവരുടെ കുറേ ശരികളുണ്ട്. അവർ ഈക്വാലിറ്റി ഡിമാൻഡ് ചെയ്യുന്നു. പിന്നെ കുറേയൊക്കെ പെൺകുട്ടികളോട് ഞാൻ ചോദിക്കുമ്പോൾ, എൻ്റെ ഒപ്പിൽ വരുന്ന പെൺകുട്ടികളോട് ചോദിക്കുമ്പോൾ അവരെന്നോട് പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവർ പറയുന്നത് എൻ്റെ പേരൻസ് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ജീവിച്ചത്, അല്ലെങ്കിൽ എൻ്റെ മദർ എൻ്റെ അമ്മ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്തു. ആ കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. അപ്പോൾ പലപ്പോഴും പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഡിഫറെൻ്റ് ഒരു ലീനിങ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ, ഡിഫറെൻറ്റ് വേ ഓഫ് തിങ്കിങ് ആണ്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഇറ്റ് ഈസ് എ പോസിറ്റീവ് ആസ് വെൽ ആസ് ആ മാരേജ് സിസ്റ്റം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്നത്. അപ്പോൾ അതെന്താണ്, എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. ഇപ്പം പലപ്പോഴും കുട്ടികളോട് ചോദിക്കുമ്പോഴും, ഈ ചെറുപ്പക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മാരേജ് ഇസ് നോട്ട് ദി അൾട്ടിമേറ്റ് എയിം. ഇപ്പോൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫൈനാൻഷ്യലി കരിയർ വൈസ് എല്ലാത്തിലും ഗ്രോത്ത്, പക്ഷേ ഇമോഷണൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് അതാണ് ലാസ്റ്റ് പ്രയോറിറ്റി. ഇപ്പോഴത്തെ പ്രയോറിറ്റീസ് മാറുന്ന, പ്രിഫറൻസസ് മാറണ ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾ ഇപ്പോൾ 30 കഴിഞ്ഞാലാണ്, ഇപ്പോൾ മാം പറഞ്ഞതുപോലെ 30 കഴിഞ്ഞാലാണ് ചിലപ്പോൾ വിവാഹത്തിന് തയ്യാറാകുള്ളൂ, വിവാഹമേ വേണ്ട എന്ന് പറയുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് അവരുടെ എക്സ്പെക്റ്റേഷൻസ് മാറുന്നത്? എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു എൻറ്റയർ കരിയറിൽ എനിക്ക് ഈ ഒരു മാട്രിമോണിയൽ ഇൻഡസ്ട്രി ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഒരു ലോങ് ടൈം, ദാറ്റ് മീൻസ് മോർ ദൻ 25 years മലയാളികളുടെ മാട്രിമോണിയൽ കോൺസെപ്റ്റിൻ്റെ കൂടെ സഞ്ചരിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഐ തിങ്ക് ഫോർ ദ പാസ്റ്റ് 18 വർഷം ഞങ്ങൾ എംഫമാരി മലയാള മനോരമയിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു സമയത്തിന് മുന്നേയും എനിക്ക് ഓരോ മാട്രിമോണിയൽ ആഡ്സും എല്ലാം കൈകാര്യം ചെയ്തപ്പോഴും ഞാനിത് കാണുന്നുണ്ടായിരുന്നു. അപ്പം സ്പെസിഫിക് ആയിട്ടുള്ള ആ ക്വസ്റ്റ്യനിൽ മാരേജിൻ്റെ എക്സ്പെക്റ്റേഷൻ മാറിയിട്ടുണ്ടോ എന്നുള്ളതിൽ ചില ഉണ്ട് ഇല്ല എന്ന് നമ്മൾ OTT കുറിച്ച് പറഞ്ഞ പോലെ അതേപോലെ തന്നെ നമുക്കതിനെ ഡിഫൈൻ ചെയ്യേണ്ടി വരും. കാരണം ഏജാണ് ഇപ്പം എന്നോട് ചോദിച്ച സ്പെസിഫിക് ക്വസ്റ്റ്യൻ. അന്ന് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഏജിൽ ഡെഫിനറ്റ്ലി ഒരു ഡിഫറൻസ് ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇന്ന് മിക്ക പെൺകുട്ടികളും തന്നെ ഐ തിങ്ക് ഗേൾസ് ആൻഡ് ബോയ്സ് അതിലിപ്പോൾ യൂണിവേഴ്സലായി, ഇപ്പോൾ ജെൻഡർ നുവാൻസസ് ആ പെൺകുട്ടികളായത് 21, 22, 23 മേ ബി ദാറ്റ് ഇസ് എ മാരേജബിൾ ഏജ്, ഓർ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് മാരേജ്, വിവാഹത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നു എന്ന് തോന്നുന്ന ആ ഒരു പേജും ആൺകുട്ടികൾക്ക് കുറച്ചും കൂടി സെറ്റിൽഡ് ആയിട്ട്, കരിയർ വൈസ് സെറ്റിൽഡ് ആയിട്ട് നമ്മൾ തുടങ്ങിയിരുന്നു എന്ന് ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഡിഫറൻസ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ഞങ്ങൾക്കിപ്പോൾ കാണുന്ന ഞങ്ങളുടെ 2 ജെൻഡേഴ്സും, വെദർ ഇറ്റ് ഇസ് ഫീമെയിൽ പ്രൊഫൈൽസും മെയിൽ പ്രൊഫൈൽസ് ആണെങ്കിലും അവരുടെ ഏജ് ഡെഫിനറ്റ്ലി ഒരു 27, 28 ആണ് ഒരു സ്റ്റാർട്ടിങ് ഏജ് ആയിട്ട് ഞങ്ങൾ കരുതുന്നത്. ഇൻഫാക്ട് നമുക്ക് ലീഗൽ ആയിട്ട് തന്നെ ലീഗൽ ഏജ് 21ലേക്ക് എല്ലാ ജെൻഡേഴ്സും തന്നെ നമ്മൾ കൊണ്ടുവരണം എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ എംഫമാരിയിൽ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് ആ ഒരു 18 to 21 ഏജ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തന്നെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അത് ഇനി എംഫമാരി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൻ്റെ വ്യത്യാസം കൊണ്ടാണോ എന്നറിയില്ല. കാരണം ഒരുവിധം പ്രൊഫഷണൽ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ് കൂടുതലും നമുക്ക് നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ കൂടി കാണാൻ കിട്ടുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഏജ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈഫ് സ്റ്റേജസ് എന്നുള്ളത് മാരേജ് കുറച്ചും കൂടി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ലൈക്ക് വാട്ട് ഡോക്ടർ സെഡ് വെരി കറക്റ്റ്ലി, ഇത് ഒരു നെസസിറ്റി അല്ല, പക്ഷേ ഇതൊരു പ്രിഫറൻസ് ആണ്. ഞാനൊരു കോൺഷ്യസ് ആയിട്ടുള്ള ചോയ്സ് ആയിട്ട് എടുക്കുകയാണ്.
എനിക്ക് ഒരു വിവാഹം വേണം, എനിക്ക് ഒരു കുടുംബം വേണം എന്നുള്ളത് ബോത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ രണ്ടുപേരും അവരുടെ ഫാമിലീസും ഒന്നിച്ചെടുക്കുന്ന ഒരു ഡിസിഷനായിട്ടാണ് ഇപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ മുമ്പ് ഒരു എലൈറ്റ് ക്ലാസ്സിന് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവർക്ക് മാത്രം ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യമായിരുന്നത് ഇപ്പോൾ കുറേ കൂടി എല്ലാത്തരം ആളുകൾക്കും അത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണോ ഈ മാറ്റം? രണ്ട് ഡെഫിനിറ്റ് ട്രെൻഡ്സ് ആണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഒന്ന്, നമ്മൾ കുറച്ചും കൂടി അവെയറാണ് എല്ലാ ഇറസ്പെക്റ്റീവ് ഓഫ് എവിടെയാണ്. കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അർബൻ റൂറൽ ഡിവൈഡ് നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാവരും ഈക്വലി എക്സ്പോസ്ഡ് ആണ്. നമ്മളുടെ എല്ലാ ട്രെൻഡുകളുടെയും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാവരും അവെയറാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ മലയാളികൾ കേരളത്തിൽ മാത്രമല്ല, ഇപ്പം ഞങ്ങൾ മാരേജ് എന്നുള്ളൊരു കോൺസെപ്റ്റിൻ്റെ അടുത്ത് നോക്കുമ്പോൾ ഈ മാരേജബിൾ ഏജിലുള്ള ആൾക്കാർ തന്നെ കേരളത്തിൽ വളരെ കുറവാണ്. വി സ്പ്രെഡ് അക്രോസ് ദ ഗ്ലോബ്. ഇപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ നെംഫമാരിയുടെ സ്പെസിഫിക് കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ മോർ ദൻ 50% ഓഫ് ആ മെമ്പേഴ്സ് ആർ ഫ്രം അക്രോസ് ദ വേൾഡ്. കേരളത്തിൽ മാത്രമോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മലയാളികൾ മാത്രമല്ല. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി വേറെ ലാംഗ്വേജ് കമ്മ്യൂണിറ്റീസിലും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഡിസ്കഷന് വേണ്ടി മലയാളികളുടെ മാത്രം കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 50% മെമ്പേഴ്സും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് അക്രോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെയധികം അവെയറാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ഡിസേണിങ് ആണ്. ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് ഓൺ വാട്ട് മാരേജ് ഹാസ് ടു ബി ഫോർ ഈച്ച് ഓഫ് ദം. പിന്നെ അതൊരു സോഷ്യൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് പേഴ്സണലി ഓരോരുത്തരും ഡിഫൈൻ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമാണ്. ലൈക്ക് എൻ്റെ സ്പൗസ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്പൗസായിട്ട് ഞാൻ എങ്ങനെ ആയിരിക്കണം എന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ എല്ലാവരുടെയും മനസ്സിലുണ്ട്. വളരെ ഇമോഷണലി മെച്യൂറായിട്ട് എടുക്കുന്ന ഒരു ഡിസിഷനായിട്ടാണ് ഞങ്ങൾക്ക് മാരേജിനെ കാണാൻ പറ്റുന്നത്. ഡേറ്റിംഗ് കൾച്ചർ എന്നൊന്നുകൂടി ഉണ്ടല്ലോ. പുതിയ കാലത്ത് പാരൻസ് ആണ് മാട്രിമോണിയൽ ആപ്പുകളിലൂടെ വരനെയോ വധുവിനെയോ അല്ലെങ്കിൽ പാർട്ട്ണറെ കണ്ടുപിടിച്ച് തരുന്നത്. അതേസമയം ഡേറ്റിംഗ് ആപ്പുകളെ സ്വന്തമായിട്ട് ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു എന്ന തരത്തിലൊരു ചിന്തയുണ്ടല്ലോ. ഡേറ്റിംഗ് ആപ്പുകൾ അതുകൊണ്ട് കൂടി ആയിരിക്കും ഡേറ്റിംഗ് ആപ്പുകളുടെ എണ്ണം ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ മാർക്കറ്റിൽ കൂടുതലാണ്. അങ്ങനെ ഒരു മാറ്റം അത് നല്ലതാണോ? നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് ടെമ്പററി ഗ്രാറ്റിഫിക്കേഷൻ, ഇപ്പോൾ എന്താണോ അതാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു ഡേറ്റിംഗ് ആപ്പിൽ ചോയ്സസ് ധാരാളമുണ്ട്. ഇപ്പോൾ റൈറ്റ് സ്വൈപ്പ് ചെയ്ത് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും റൈറ്റ് സ്വൈപ്പ് ചെയ്യുക, അങ്ങനെ ഒത്തിരി ഒരു ഓപ്ഷൻസ് കൂടുതലാണ് അതിൽ. പക്ഷെ അത് എത്രത്തോളം അത് നിലനിൽക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഡേറ്റിംഗ് ആപ്പിൽ കൂടെ പരിചയപ്പെട്ടാലും ഒരു വ്യക്തിയെ നമുക്കൊരു സ്വൈപ്പിലോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടിലോ നമുക്ക് അവരെ വിലയിരുത്താൻ പറ്റില്ല. അവരുടെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പോകെ എങ്ങനെയായിരിക്കും അവരുടെ പെരുമാറ്റ രീതികൾ, ഒന്നും നമുക്കൊരു ഡേറ്റിംഗ് ആപ്പിൽ കൂടെ ക്ലാരിറ്റി നൽകുന്നതല്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കുറേയും കൂടെ അത് സ്വീകരിക്കാൻ കാരണം അത് കുറച്ച് അവർക്ക് അത് അഡ്വാൻറ്റേജസ് ആണ്. കാരണം ഇറ്റ് ഈസ് ടെമ്പററി. അപ്പോൾ ഇപ്പോൾ ഒരാൾ പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 1 വീക്കിനുള്ളിൽ വേറെ ബെറ്റർ ഓപ്ഷൻ വരുവാണെങ്കിൽ ഓപ്ഷൻസ് ധാരാളമാണ്. അപ്പം ആ ഒരു നമ്പർ ഓഫ് ഓപ്ഷൻസ് എന്ന് പറയും. ഇഷ്ടം പോലെ ഓപ്ഷൻസ് വരുമ്പം പലരും അത് പ്രിഫർ ചെയ്യുന്നു. അത് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു തിങ്കിങ്ങിൻ്റെ ഒരു വ്യത്യാസമാണ്. പക്ഷേ അത് തെറ്റാണോ ശരിയാണോ എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പലരും ഇപ്പോൾ ഒരു ലോങ് ടേം പാർട്ട്ണർഷിപ്പ് ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ ദേ ആർ ജസ്റ്റ് ഇൻ ഇറ്റ് ഫോർ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ പലപ്പോഴും ഇത് ക്ലാരിറ്റി എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് 100% ഗ്യാരണ്ടി ഇല്ല. ഇപ്പോൾ ചിലവർ പ്രൊഫൈലിൽ പലതും എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രം അവർക്ക് റിവീൽ ചെയ്താൽ മതി. പല ഡേറ്റിംഗ് ആപ്പുകളിൽ അങ്ങനത്തെ വിഷയങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഫ്രോഡലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അതൊക്കെ കൂടുതൽ നടക്കാവുന്നത് ഡേറ്റിംഗ് ആപ്പ് ആ ഒരു സംവിധാനത്തിലൂടെയാണ്. അപ്പം കുട്ടികളത് തിരിച്ചറിയാൽ ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടെ വിജിലൻ്റ് ആയിട്ടത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ അത് അവർക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. അവരുടെ ആ ഒരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച്. പക്ഷേ പോകെ അതിനും കോംപ്ലിക്കേഷൻസ് ഉണ്ട്.
ഒരു ലോങ് ടേം ബന്ധങ്ങളോ അല്ലെങ്കിൽ ഒരു ടെമ്പററി അല്ലാത്ത അതൊരു ടെമ്പററി ബന്ധം ഒരു ലോങ് ടേം ആക്കണമെന്ന് സ്വിച്ച് ചെയ്യണം തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്പുറത്തിരിക്കുന്ന വ്യക്തി എങ്ങനെ അത് സ്വീകരിക്കുന്നു, അതൊന്നും ഒരു ഡേറ്റിംഗ് ആപ്പിൽ കൂടെയോ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ കൂടെയോ നമുക്കത് വിലയിരുത്താൻ പറ്റുന്ന ഒന്നല്ല. സോ കൂടുതലും ഡേഞ്ചേഴ്സ് തന്നെയാണ് അവിടെ ലർക്കിങ്. നെഗറ്റീവ്സ് ആണ് കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പോൾ വിവാഹം എന്ന് പറയുന്നത് എല്ലാ കാലത്തും നല്ലത് മാത്രം കാണിച്ചിട്ട് വിവാഹം കഴിക്കുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഏതാണെങ്കിലും നമുക്ക് എങ്ങനെയാണ് അതിലത്തെ കുട്ടികൾ വിശ്വസിക്കാത്തതിൻ്റെ കാരണം അതുകൂടി ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതൽ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഒരു ഇമ്പൾസീവാണ്. അപ്പോൾ അവർ എന്താണോ അപ്പോൾ കാണുന്നത് അതാണ് അവർ വിലയിരുത്തുന്നത്. അപ്പോൾ അവരുടെ ഡീപ്പായിട്ടുള്ളൊരു സൈക്കിലേക്ക് അല്ലെങ്കിൽ ഒരു ഡീപ്പായിട്ടൊരു നിരീക്ഷിക്കാൻ പലപ്പോഴും ചിലവർക്ക് ടൈം കൺസ്ട്രെയിൻസ്, അല്ലെങ്കിൽ ചിലർ കരിയർ ഫോക്കസ് ആയിരിക്കും. അപ്പോൾ ഇതൊരു ടെമ്പററി റെസ്പൈറ്റാണ്, അല്ലെങ്കിൽ ഒരു ടെമ്പററി ഡിസ്ട്രാക്ഷൻ പോലെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻഷിപ്സ്, ഇങ്ങനത്തെയൊക്കെ നാനോഷിപ്സ്, ഇതൊക്കെ വന്നേക്കുന്നത് തന്നെ, ഈ ടെർമിനോളജി വന്നേക്കുന്നത് തന്നെ ഈ ജെൻസി കാലഘട്ടത്തിലാണ്. അപ്പോൾ അത് ചിലവർക്ക് അത് വർക്കാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് അത്രയും നാളത്തെ അല്ലെങ്കിൽ ഒരു ടെമ്പററി പീരീഡാണ് അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. കൂടുതലും ഇത് ബെനിഫിഷ്യൽ ആവുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ആൺകുട്ടികൾക്കായിരിക്കും, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നോക്കുന്നവർക്കായിരിക്കും. ഒരു ലോങ് ടേം ഒരു പാർട്ട്ണർഷിപ്പ് നോക്കുന്നു, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ ഒരു ലൈഫ് പാർട്ട്ണർ ആക്കാൻ നോക്കുന്ന ഇടത്ത് ഇത് ചിലപ്പം വർക്കാവാൻ സാധ്യത കുറവാണ്. കാരണം അതിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ റിവീൽ ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ മാത്രം നമ്മളതിൽ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ പലപ്പോഴും നമുക്ക് ചെറുപ്പക്കാർക്ക് അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ടാണ് ഈ പലപ്പോഴും കേസുകളും ഈ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ കൂടുതൽ ഈ ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് അത് കണ്ടുപിടിച്ചേക്കുന്നത്. അങ്ങനത്തെ കേസുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലോങ് ടേം പാർട്ട്ണർഷിപ്പിലും അത് ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ഷോർട്ട് ടേം പാർട്ട്ണർഷിപ്പ് എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചോദിക്കുന്നവരും ഉണ്ട് ഇതിൽ. അപ്പോൾ അതെങ്ങനെ അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഡിവിജ്വൽ ഒരു ഒബ്ജക്റ്റീവ് പോലെ ഇരിക്കും. നമ്മുടെ എന്താണോ അതിൽ ഡേറ്റിംഗ് ആപ്പിൽ കയറുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് ആ വ്യക്തിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു ഇൻഡിവിജ്വൽ വേരിയേഷനാണ് അതിൽ. കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത് പുതിയ തലമുറയിലാണോ കൂടുതലായിട്ടുള്ളത്? എനിക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒ പിയിൽ വരുന്ന പല ഘട്ടങ്ങളിലും വന്നേക്കുന്ന കപ്പിൾസും അവർ പറയുന്ന വിഷയങ്ങളും പലപ്പോഴും നമുക്ക് പഴയ ജനറേഷനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം വിശ്വാസവഞ്ചന, അല്ലെങ്കിൽ പിന്നെ അതുപോലത്തെയൊക്കെ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഒരു വ്യക്തി ഉദ്ദേശിക്കുന്നതല്ല മറ്റേ ആൾ. ഇപ്പോൾ ചിലർ പറയുന്നത് അവർ കരിയർ ഓറിയൻറ്റഡ് ആണ്, പക്ഷേ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഡേറ്റിങ്ങിലേക്ക് വന്നു കഴിയുമ്പം, അല്ലെങ്കിൽ ഒരു മാരേജിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കരിയറിൽ സ്റ്റോപ്പേജ് വരുന്നു, അല്ലെങ്കിൽ അതിനനുസരിച്ച് നിൽക്കേണ്ട വരുന്നു, അല്ലെങ്കിൽ അവിടെ റെസ്ട്രിക്ഷൻസ് വരുന്നു, ഫ്രീഡം കേർബ് ആവണം. പലപ്പോഴും ഫ്രീഡത്തിൻ്റെ ഇഷ്യൂസും പറയുന്നുണ്ട്. അതായത് അത്രയും ഒരു ഇത് കിട്ടുന്നില്ല അവർക്ക് മാരേജ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ ഈ കപ്പിൾസ് വരുമ്പോൾ അവർ പറയുന്ന ഒരു പാർട്ട്ണർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് അല്ല മറ്റേ പാർട്ട്ണർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഈ മിസ്മാച്ച് ഓഫ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മിസ്മാച്ച്ഡ് എക്സ്പെക്റ്റേഷൻസ് വരുമ്പോഴാണ് പലപ്പോഴും ഈ വിഷയങ്ങളും വരുന്നത്. നമ്മൾ കാണുന്ന കൂടുതൽ കേസുകളും അങ്ങനെ തന്നെയാണ്. അവർ തമ്മിലുള്ള ഒരു പേഴ്സണാലിറ്റി ക്ലാഷസും വരാറുണ്ട്. പേഴ്സണാലിറ്റി ഇഷ്യൂസും ഇതിൽ കൂടെയാണ്. കാരണം പ്രണയിച്ച് നടക്കുമ്പോൾ പലപ്പോഴും അവർ പറയുമല്ലോ, നമ്മൾ നല്ല മുഖം മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ പലപ്പോഴും ആ ഒരു ലോങ് ടേം പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോഴായിരിക്കും പല വിഷയങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഏറെക്കുറെ പ്രശ്നങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഈ ഡേറ്റിംഗ് ആപ്പുകളുടെ ഒരു ഫാമിലി അപ്രൂവ്ഡ് വേർഷനായിട്ട് മാട്രിമോണിയൽ ആപ്പുകളെ കാണാൻ പറ്റുമോ? നമുക്ക് ഒരു സമൂഹത്തിലും ടെക്നോളജിക്ക് വരുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇൻ്റർനെറ്റ് നമുക്ക് ലോകത്ത് വന്നപ്പോൾ തന്നെ നമ്മളുടെ തന്നെ സൊസൈറ്റി എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നതെന്നുള്ളത് വളരെയധികം മാറി. അങ്ങനെ തന്നെ മാച്ച് മേക്കിങ്ങും മാറി. മാച്ച് മേക്കിംഗ് എന്ന് പറയുന്നത് തന്നെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആ ലിമിറ്റേഷൻസിനെ മറികടക്കാനാണ് ടെക്നോളജി എപ്പോഴും ഹെൽപ്പ് ചെയ്തേക്കുന്നത്. ഇപ്പം മാട്രിമോണിയൽ വെബ്സൈറ്റ്സിനെ ഞാൻ കാണുന്നത് ആ ഒരു കാഴ്ചപ്പാടോടെയാണ്. ഇപ്പം നമ്മൾ ട്രഡീഷണലി വെഡിങ് എങ്ങനെയായിരുന്നു നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നതെന്ന് നോക്കിക്കഴിയുമ്പോൾ
നമുക്ക് വളരെ ഈ ജോഗ്രഫി നമ്മളെ വല്ലാതെ ലിമിറ്റ് ചെയ്തിരുന്നു. നമുക്ക് അറിയുന്ന ഒരു സോഷ്യൽ സർക്കിൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് മാത്രമായിരുന്നു നമുക്ക് മാച്ച് മേക്കിംഗ് ചെയ്യാൻ പറ്റുന്നത്. അതിപ്പോൾ ഇൻഡിവിജ്വൽ മാച്ച് മേക്കിംഗ് ആണെങ്കിലും അല്ല, ഇപ്പം നമ്മൾ സോഷ്യലി ഇപ്പം ഫാമിലി മാച്ച് മേക്ക് ചെയ്യുകയാണെങ്കിലും ഈ ജോഗ്രഫി നമ്മളെ വല്ലാതെ റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു. ആക്ച്വലി നമുക്ക് ദ മൊമെൻറ്റ് വി ഹാഡ് ഇൻ്റർനെറ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് ആ ചോയ്സ് സെറ്റാണ് നമ്മളുടെ വലുതായത്. അപ്പം ഞാൻ ഈ ഓപ്ഷൻസും ചോയ്സും തമ്മിലൊരു ഡിഫറൻസ് ഇവിടെ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഡേറ്റിംഗ് ആപ്പിൽ നമുക്ക് ഡേറ്റിംഗ് ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്വൈപ്പിംഗ് ഫെറ്റീഗ് എന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ മുഖം മാത്രം ഒരു വ്യക്തിയുടെ കണ്ടിട്ട് നമുക്ക് അപ്പം അപ്പീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് അതിനകത്ത് കൂടുതൽ വരുന്നത്. അതേസമയം നമ്മൾ ഒരു മാട്രിമോണിയൽ വെബ്സൈറ്റിൽ വരുമ്പോൾ അതിൽ ഒരു പ്രീ ഡിഫൈൻഡ് എക്സ്പെക്റ്റേഷൻ സെറ്റ് ഓഫ് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ സ്വയം പ്രിപ്പയർഡ് ആണ് നമ്മൾ ആ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാനും വേറൊരാൾ ആ കമ്മിറ്റ്മെൻറ്റിന് റെഡി ആണെന്നത് സിഗ്നൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സീരിയസ് മാച്ച് മേക്കിംഗ് ആണ്. ഇപ്പം നമ്മൾ എംഫമാരി വെച്ച് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ കാഷ്വൽ ബ്രൗസിങ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഒരുപാട് എൻകറേജ് ചെയ്യാറില്ല. കാരണം ഒരു മാട്രിമോണിയൽ വെബ്സൈറ്റിൽ ആക്ച്വലി നമ്മളുടെ ഒരുപാട് ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വെബ്സൈറ്റ് വരുന്നതിന് മുന്നേ ഉള്ള ഒരു കാലത്തായിരുന്നു അപ്പോൾ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ ഒരു വ്യക്തിയെക്കുറിച്ച് അറിയില്ലായിരുന്നു ബിഫോർ വി മെയ്ഡ് കോണ്ടാക്ട്. ഇപ്പോൾ അവരെവിടെയാണ് ലൊക്കേഷൻ, അല്ലെങ്കിൽ എന്താണ് അവരുടെ ജോലി, എന്താണ് കുടുംബം, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണുന്നു, ഇത്ര എമൗണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മളുടെ ഒരു പ്രൊഫൈൽ ഹോൾഡ് ചെയ്യുന്നത് അവരെക്കുറിച്ച് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ഞാൻ എന്താണെന്ന് ഞാൻ പറയുന്നു, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. അതിൽ കൂടുതൽ എൻ്റെ ഇൻട്രസ്റ്റുകൾ എന്താണ്, ഞാനൊരു പാർട്ട്ണറിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, ഇതെല്ലാമാണ് ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയധികം ഇൻഫർമേഷൻ ഒരു സൈറ്റിൽ നൽകുമ്പോൾ തന്നെ എൻ്റെ പ്രൈവസി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാഷ്വൽ ആയിട്ടുള്ളൊരു യൂസേജ് അതിനകത്ത് അധികം എൻകറേജ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. കാരണം വളരെ ഡിഫൈൻഡ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ കാണുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രമാണോ അവിടെ നമ്മളുടെ ഈ ഒരു പ്രോസസ്സ് ഓഫ് ഒരാളെ സെലക്ഷൻ ആ നിമിഷം കൊണ്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല. അഗെയിൻ ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ മെമ്പേഴ്സ് ആകുമ്പോൾ അവർ ഒരു വ്യക്തിയെ കാണുമ്പം തന്നെ ദേ ഹാവ് എ ലോങ് ഇൻട്രാക്ഷൻ വിത്ത് ദം. കാരണം ഇന്നത്തെ ഒരു കാലത്ത് ഒരുപാട് റിലേഷൻഷിപ്പ് റെഡ് ഫ്ലാഗ്സ് ഒക്കെ വരുന്നത് ഒരു കണ്ടിന്യൂസ് ഇൻട്രാക്ഷനിൽ കൂടി മാത്രമേ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾക്ക് യുണീക്കായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, മെമ്പേഴ്സ് ചിലപ്പോൾ ലോകത്തിൻ്റെ 2 ഭാഗത്തായിരിക്കും ഇരിക്കുക. അപ്പോൾ ഒരാളിപ്പോൾ കേരളത്തിലാണെങ്കിൽ വേറെ ആൾ ചിലപ്പോൾ ഓസ്ട്രേലിയയിലായിരിക്കും. അങ്ങനെയുള്ളവർ തമ്മിൽ പോലും വളരെ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ 6 months ഓ എടുക്കുമ്പോഴായിരിക്കും അവർ ശരിക്കും കൺവിൻസ്ഡ് ആവുന്നത് ഞങ്ങൾക്ക് പറ്റിയൊരു പാർട്ട്ണറാണ് എന്ന്. ആക്ച്വലി ഞാൻ എൻ്റെ ഒരു കരിയറിൽ ഒരുപാട് എംഫമാരി വഴി മാച്ച് ചെയ്ത കപ്പിൾസിനെ വർഷങ്ങൾക്ക് ശേഷവും ഞങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും അവർ കുട്ടികളും മറ്റുമായി ഞങ്ങളെ ഇൻട്രാക്ട് ചെയ്യാൻ പറയുമ്പോൾ അത് അടുത്തുനിന്നായാലും ദൂരെ നിന്നായാലും അവരുടെ പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പങ്കാളി ഇതിലൂടെ അവർക്ക് കണ്ടെത്താൻ പറ്റി എന്ന് അവർ പറയുന്നുണ്ട്. അപ്പം ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ പ്ലാറ്റ്ഫോം, ഇറ്റ് ഈസ് ഹൗ യു യൂസ് ദ പ്ലാറ്റ്ഫോം. ഇപ്പോൾ മാരേജ് അൺഫാഷനബിൾ ആണ് എന്ന് കുട്ടികൾ കരുതുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അൺഫാഷനബിൾ എന്ന് ഞാൻ പറയില്ല, ബട്ട് ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ എന്ന് കരുതുന്നുണ്ട്. ഇല്ലാത്തവരും ഉണ്ടാകാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ആഫ്റ്റർ മൈ സ്റ്റഡീസ് വാട്ട് നെക്സ്റ്റ്, നൗ ഐ എം ഗെറ്റിംഗ് മാരിഡ് എന്ന് പറയുന്ന ഒരു കാലത്ത് നിന്ന് കുറച്ചുകൂടി മാറിയിട്ട് എൻ്റെ ചോയ്സാണ് ഞാൻ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത്. അതേസമയം ലൈക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് അൺഫാഷനബിൾ ആണെന്ന് ഒരു വിഭാഗം ആൾക്കാർ ധരിക്കുമ്പോൾ പോലും ഏറ്റവും എലാബറേറ്റ് ആയിട്ടുള്ള വെഡ്ഡിങ്സ് കാണുന്ന കാലവും നമ്മൾ ഇത് തന്നെയാണ്. അപ്പോൾ സെലിബ്രേഷൻ നമുക്ക് ഒത്തിരി ഫാഷനബിൾ ആണ്. അതിലേക്ക് കൊടുക്കേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഡിവിജ്വൽ. അത് ഓരോ വ്യക്തിയുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമാണ്. പെർസെപ്ഷൻ വേഴ്സസ് റിയാലിറ്റി എന്നൊരു കാര്യം, ഇപ്പോൾ ഇത്രയും ക്ലയൻസിനെ ഡീല് ചെയ്യുമ്പോൾ മാരേജിനെ പറ്റിയുള്ള ആളുകളുടെ പെർസെപ്ഷൻ എന്താണ്, അതിൻ്റെ റിയാലിറ്റി എന്താണ്? 2 സൈഡും കണ്ടു കാണുമല്ലോ. പെർസെപ്ഷൻ വേഴ്സസ് റിയാലിറ്റി എന്നുള്ളതിന് പകരം ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളത് എന്തായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഡിസേണിങ് ആയിട്ടുള്ളൊരു ഓഡിയൻസ് ആയതുകൊണ്ട് അവർക്ക് വളരെയധികം ക്ലിയർ ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട് എങ്ങനെയാണ് ഒരു സ്പൗസ് വേണ്ടതെന്ന്.
അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡ് ഉണ്ട്. അതിനൊരു നെഗറ്റീവ് സൈഡ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പെർഫെക്റ്റ് പാർട്ട്ണർ ഉണ്ട് എന്ന് ഞാൻ സ്വയം കരുതുകയാണ്. ആ പെർഫെക്റ്റ് പാർട്ട്ണറെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ ഓൾറെഡി മനസ്സിൽ ഇങ്ങനെ ഒരു സങ്കല്പത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സങ്കല്പത്തിൽ നിന്ന് വേരി ചെയ്യാൻ ഞാൻ ഒട്ടും സമ്മതിക്കാത്തൊരു കാലം ഉണ്ടാവും. ഇൻഫാക്ട് പക്ഷേ പീപ്പിൾ ആർ ഞങ്ങൾ പറയുന്ന എക്സ്പീരിയൻസ് ഗുഡ്സ്. ലൈക്ക് നമ്മളൊരാളെ ഒരു അറിയുമ്പോൾ മാത്രമേ അവരാരാണെന്ന് അറിയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പ്രൊഫൈൽ സെറ്റ് കാണുമ്പോൾ ഇത് എൻ്റെ XYZയിൽ ഫിറ്റ് ഇൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയാൻ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഞാൻ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പോലും തയ്യാറല്ല എന്ന് തോന്നുന്ന ആ ഒരു വിമുഖതയുണ്ടല്ലോ, അത് ആക്ച്വലി അവർക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ട്ണർ സെർച്ചിൽ അവരെ ഹാമ്പർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒന്ന്, എനിക്ക് ക്ലാരിറ്റി ഓഫ് തോട്ട് എൻ്റെ പാർട്ട്ണർ എന്താണെന്ന് വന്നു എന്നുള്ള സമയം കൊണ്ട് തന്നെ ഞാൻ ഒത്തിരി തന്നെ അഡമൻ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഞങ്ങൾ കാണുന്നത് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഓഫ് ചോയ്സ് എടുക്കുകയും ക്ലാരിറ്റി ഓഫ് തോട്ട് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പ്ലാറ്റ്ഫോമിനെ ഉപയോഗിച്ച് ലോകത്ത് എവിടെയെങ്കിലുമുള്ള നമ്മളുടെ ആ ഒരു കറക്റ്റ് പാർട്ട്ണറെ, പക്ഷേ ഈ പാർട്ട്ണറിനെ കിട്ടുമ്പം പോലും കൾച്ചറലി, ഇപ്പം ഞാൻ പറഞ്ഞത് മലയാളികൾക്കായി ഒരു വെബ്സൈറ്റ് റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മലയാളികൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഡിഫൈൻ ചെയ്ത് നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കൾച്ചറൽ കോണ്ടെക്സ്റ്റ് സെയിം ആവുന്നത് പലർക്കും, അത് ലോകത്ത് എവിടെയുള്ള കുട്ടികളായാലും ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ മലയാളികളായിരിക്കാം, പക്ഷേ മലയാളികളായിട്ടുള്ള ആ കൾച്ചറലി കുറേ കാര്യങ്ങൾ ഷോർട്ട് കോഡ് സെയിം ആകുമ്പോൾ അവർക്കത് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടും തോന്നിയിട്ടുണ്ട്. അതായത് ഒരേ കൾച്ചറിലുള്ളവർ മാച്ച് ചെയ്യും എന്നാണോ? കൾച്ചറല്ല, അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഭാഷ കൊണ്ടായിരിക്കാം, എൻ്റെ സംസ്കാരം കൊണ്ടായിരിക്കാം, എൻ്റെ അപ്ബ്രിങ്ങിങ് കൊണ്ടായിരിക്കാം, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അപ്പം ഞാനിപ്പോൾ കൊച്ചിയിലുള്ളൊരു കുട്ടിയായിരിക്കാം, ഇപ്പം ദുബായിൽ വളർന്ന വേറെ ആളായിരിക്കാം, പക്ഷേ കൾച്ചറൽ കോഡ് അവർക്ക് സിമിലർ ആയിരിക്കാം. അതുകൊണ്ടാണ് പലപ്പോഴും അവർ മാട്രിമോണിയൽ വെബ്സൈറ്റ്സിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ഡേറ്റിങ്ങിനെ കുറിച്ച് നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡേറ്റിംഗ് വെബ്സൈറ്റ്സ് ആർ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് മാട്രിമോണിയൽ വെബ്സൈറ്റ്സ്. നിർബന്ധമായും അങ്ങനെ എനിക്ക് പറയണം എന്നില്ല. കാരണം ഇപ്പം US നമ്മളുടെ കസ്റ്റമേഴ്സ് ഫോർ എക്സാമ്പിൾ, അവർക്ക് ഡേറ്റിംഗ് ആപ്പ് ഒരിക്കലും ന്യൂ അല്ല. അവരെ സംബന്ധിച്ച് ഡേറ്റിംഗ് ആപ്സ് ആക്ച്വലി തുടങ്ങിയത് തന്നെ ആ ഒരു വെസ്റ്റേൺ കൺട്രീസിലാണ്. അപ്പോൾ ആ ഡേറ്റിംഗ് ആപ്സ് ഉള്ള കൾച്ചറിൽ നിന്ന് പോലും അവർ പ്രിഫർ ചെയ്യുന്നത് ഈ മാട്രിമോണിയൽ വെബ്സൈറ്റ്സ് ചിലപ്പോൾ വരുന്നത് അവർക്കുള്ള ആ കൾച്ചറൽ ടുഗെദർനെസ് ഓഫ് മലയാളീസ് അല്ലെങ്കിൽ അവരുടെ ആ കമ്മ്യൂണിറ്റി ഫീലിങ്സ് കൊണ്ടായിരിക്കാം. അപ്പോൾ അതൊന്നും നമുക്ക് ഒരു ടെക്നോളജി പെർസ്പെക്റ്റീവ് നിന്ന് അല്ലെങ്കിൽ ഒരു ടെക്നോളജി വെബ്സൈറ്റ് റൺ ചെയ്യുന്ന പെർസ്പെക്റ്റീവ് നിന്ന് ദർ ആർ നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ്. ഒരാൾക്ക് ഇങ്ങനെ വേറെ ആളെ മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ മാച്ച് ചെയ്യണോ അങ്ങനെ നമ്മുടെ സെർച്ച് എത്ര വൈഡാക്കി വെക്കുകയോ എത്ര നാരോ ആക്കി വെക്കാനോ രണ്ടും തന്നെ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ദ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. എല്ലാം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഈ പോയിന്റിൽ ഒരുപക്ഷെ ഓഡിയൻസിൽ നിന്ന് ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. നമ്മൾ ഈ വെഡിങ് ജൻസിയെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ കേരളം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു സാമൂഹിക പ്രശ്നത്തെക്കുറിച്ചും കൂടെ ചിന്തിക്കണം. കേരളത്തിലിപ്പം ധാരാളം പുരുഷന്മാർ, ഒരു ലേറ്റ് 30s ഏകദേശം 3 ലക്ഷത്തോളം പുരുഷന്മാർക്ക് പെൺകുട്ടികളെ വിവാഹം കഴിക്കാനായിട്ട് കിട്ടുന്നില്ല എന്നാണ് ചില സർവേകൾ പറയുന്നത്. എന്തുകൊണ്ട് പെൺകുട്ടികൾ വിസമ്മതിക്കുന്നു? അതിന് പരിഹാരം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. ആ കാരണങ്ങളെപ്പറ്റി ഒന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. 2-3 കാരണങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നത്. ഒന്ന്, പെൺകുട്ടികൾക്ക് ഇപ്പം അങ്ങേയറ്റത്തെ വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ട്. അപ്പം അവർക്ക് അങ്ങനെയുള്ള ഒരു ജീവിതമാണ് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. ഇപ്പോൾ അവരുടെ ചുറ്റും നടക്കുന്ന പല പ്രശ്നങ്ങളും, അതായത് സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന്, ഡവറി ടോർച്ചർ, ഇതൊക്കെ കാണുമ്പം അവർ പറയുന്ന എന്തിന് വിവാഹം കഴിക്കണം? സുഖമായിട്ട് ജീവിക്കാൻ, സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വിവാഹം കഴിക്കുന്നില്ല. അതിനുമപ്പുറം ഇപ്പോൾ ലിവിങ് ടുഗദറിന് നമ്മുടെ കേരളത്തിലും നല്ല സൗകര്യങ്ങളുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ ഇവിടെയും ലിവിങ് ടുഗദർ വളരെ ഫാഷനബിളായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ നമ്മളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും, അതിനെങ്ങനെ നമ്മൾ പരിഹാരം കണ്ടെത്തും എന്നുള്ളതും കൂടെ ചിന്തിക്കേണ്ടേ. പെൺകുട്ടികളുടെ ഒരു മാനസികനില എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒത്തിരി വാർത്തകൾ വന്നു, ഒത്തിരി കവറേജ് വന്നു, ഈ സ്ത്രീ പീഡനം, ഗാർഹിക പീഡനം. അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ ആ മാനസികനിലയെ അത് ബാധിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്
അതും നമ്മളത് കൺസിഡർ ചെയ്യേണ്ടതാണ്. ബിക്കോസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചേഞ്ച്, കോണ്ടെക്സ്ച്വൽ ചേഞ്ച് വരുമ്പോൾ, കോൺസെപ്റ്റ് ഓഫ് മാരേജ് തന്നെ ചേഞ്ച് ആകുമ്പം ദർ ആർ ഫ്ലോസ്. സൊസൈറ്റിക്ക് തന്നെ കുറേ കൾച്ചറൽ ഡിഫറൻസസ് വരും, കുറേ ലോങ് ടേം വ്യത്യാസങ്ങൾ വരും. സോ ബേസിക്കലി പെൺകുട്ടികൾ വളരെ എഡ്യൂക്കേറ്റഡ് ആണ് ഇന്നത്തെ കാലത്ത്. ദേ ആർ കേപ്പബിൾ ഓഫ് സ്റ്റാൻഡിങ് ഓൺ ദി ഓൺ 2 feet. അവർ ഭയങ്കര ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഫുൾ മാരേജ് എന്നുള്ളൊരു കോൺസെപ്റ്റ് മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളത് എൻകറേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പോസിറ്റീവ് സൈഡ് നമ്മളെപ്പോഴും അത് ബോധവൽക്കരണം ചെയ്യേണ്ടത് പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് മാരേജ്. ദർ ആർ നെഗറ്റീവ്സ്, പക്ഷേ പോസിറ്റീവ്. ഒരു ലോങ് ടേം പാർട്ട്ണർഷിപ്പും ഈ ഷോർട്ട് ടേം ലിവ് ഇൻ റിലേഷൻഷിപ്സും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ഔട്ട് ഓഫ് മാരേജ് ഒരു ചൈൽഡും ഒരു വിത്തിൻ ദ മാരേജ് ഫ്രെയിം വർക്ക് ഒരു കുട്ടി വരുന്നതും നല്ല വ്യത്യാസമുണ്ട്. ആ കുട്ടിയെ സംബന്ധിച്ചോളം ഒത്തിരി വ്യത്യാസങ്ങൾ സൊസൈറ്റിയിലും അനുഭവപ്പെടും. അപ്പം അതൊക്കെയാണ് നമ്മളിതിൽ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ആ മാരേജ് സിസ്റ്റം ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടെന്ന് നമുക്കത് സ്ഥിരീകരിക്കാറായിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും സൊസൈറ്റീസ് ആറ്റിറ്റ്യൂഡും പൊതുവേ ഉള്ള സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡും കുട്ടികളുടെ ഇപ്പോഴത്തെ തലമുറയുടെ ആറ്റിറ്റ്യൂഡും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതിന് പോകെ എന്താണ് ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് റിസോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേയൊക്കെ അത് അഡ്രസ്സ് ചെയ്യണം. ഈ കൺസേൺസ് അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ഇങ്ങനത്തെ ഉള്ള ഡൗറി ഹറാസ്മെൻറ്റും കുട്ടികളുടെ വരുന്ന ഒരു മാനസിക സംഘർഷം, ഇത് കാരണം വരുന്ന പ്രോബ്ലംസ് എങ്ങനെ ഫേസ് ചെയ്യുന്നു, എങ്ങനെ നമുക്കത് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ഫാമിലി യൂണിറ്റിൽ തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം പെൺകുട്ടികളെയും വളർത്തുമ്പോൾ തന്നെ അത് വിപരീതം അവരെ ഒരേപോലെ, അതായത് ഇക്വാലിറ്റിയിൽ വളർത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആൺപിള്ളേരെ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യുക, പെൺപിള്ളേരെ വേറൊരു രീതിയിൽ ട്രീറ്റ് ചെയ്ത് വളർന്നു വരുമ്പോൾ തന്നെ അവർക്കൊരു അവിടെ തന്നെ ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യും. ദേ വിൽ ഫീൽ ദർ ഇസ് എ ഡിഫറൻസ്. അപ്പോൾ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ്. ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഹോം. അത് വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. പാർട്ട്ണർഷിപ്പിലും കുട്ടികൾക്ക് താല്പര്യമില്ലെന്നാണോ, അതോ വിവാഹം എന്നുള്ള കോൺസെപ്റ്റിന് മാത്രമാണോ താല്പര്യമില്ലായത്? പാർട്ട്ണർഷിപ്സിൽ താല്പര്യമില്ലായികയില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടെമ്പററി ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതലും ഇന്ന് എന്താണോ അതാണ്. അപ്പോൾ ടെമ്പററി ഗ്രാറ്റിഫിക്കേഷന് പലപ്പോഴും അവർ വില്ലിങ് ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം മാഡം പറഞ്ഞ പോലെ മാരേജസും ഔട്ട്ഡേറ്റഡ് അല്ല. ഇപ്പോഴും മാരേജസ് നല്ല രീതിയിൽ പല സ്ഥലത്തും വളരെ ഗ്രാൻഡായിട്ടും പ്രീ മാരിറ്റലും മെഹന്തിയും എല്ലാമായിട്ടും എല്ലാ സെറമണീസുമായിട്ടും തന്നെ ഇപ്പം നമ്മളും അത് നടത്തുന്നുണ്ട്. ഈ നോർത്ത് ഇന്ത്യൻ രീതികളിൽ പോലെ തന്നെ മെഹന്തി നൈറ്റും പ്രീ വെഡിങ് ഷൂട്ടും പോസ്റ്റ് വെഡിങ് ഷൂട്ട് അങ്ങനെ പല രീതികളിലും മാരേജസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കാലയളവിനനുസരിച്ച് ഇപ്പോഴത്തെ ഫ്യൂച്ചർ ഇത് നോക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്കത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പം നമ്പേഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും എങ്ങനെ ഇൻ ദ ഫ്യൂച്ചർ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെ അത് കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് ആ ഫാമിലി യൂണിറ്റ്സിലേക്ക് അത് പിള്ളേരെ അത് നയിക്കാൻ പറ്റുമെന്നുള്ളത്. ടെമ്പററി റിലേഷൻഷിപ്സ് എപ്പോഴും അതൊരു ലോങ് ടേം പാർട്ട്ണർഷിപ്പായിട്ട് കൺവേർട്ട് ആവണമെന്ന് നിർബന്ധമില്ല. പലപ്പോഴും ചെറുപ്പക്കാരത് റിയലൈസ് ചെയ്യാറുമുണ്ട്. ഈ ഡേറ്റിംഗ് ആപ്സിൽ കൂടെയും ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളിൽ കൂടെ പോകുമ്പോൾ അവർ തന്നെ ഫീഡ്ബാക്ക് തരാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഒപ്പിയിൽ വരുന്ന പല പേഷ്യൻസും പറയാറുണ്ട്, ഇപ്പം ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡേറ്റിംഗ് ആപ്പിൽ കൂടെ പരിചയപ്പെട്ട ഒരാളുമായിട്ട് അത് വർക്കൗട്ട് ആയില്ല, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് പിന്നെ അത് രണ്ടുപേരും വേറെ വഴിക്ക് പോയി. അപ്പം ലോങ് ടേം പാർട്ട്ണർഷിപ്സിന് അതിൻ്റേതായിട്ടുള്ള ഒരു സപ്പോർട്ട് ബേസ് ഉണ്ട്. ഒരു ഇമോഷണൽ സപ്പോർട്ട് നൽകും, ഫൈനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സപ്പോർട്ടും ഒരു സപ്പോർട്ട് ഫാമിലി സിസ്റ്റവും അതിനകത്ത് ഓവർ ദ ലോങ് ടേം അത് വരുത്താൻ പറ്റും. പക്ഷേ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ന്യൂ ഇപ്പോഴത്തെ ജെൻസിയുടെ ആറ്റിറ്റ്യൂഡിലാണ് പ്രിഫറൻസസ് മാറിയേക്കുന്നത്. പെൺകുട്ടികളുടെ കാര്യം നമ്മൾ അധികമായിട്ട് സംസാരിച്ചു. ആൺകുട്ടികൾക്ക് വിവാഹം എന്നൊരു കോൺസെപ്റ്റ് ഇപ്പോൾ എങ്ങനെയാണ്? അതായത് ആൺകുട്ടികൾ ഇപ്പം ബേസിക്കലി ഒരു ഫൈനാൻഷ്യൽ ഇതാണ് കൂടുതലും പറയുന്നത്. ഇപ്പോൾ ചില ടയർ 1 സിറ്റീസ് എന്ന് പറയും, മുംബൈ, ഡൽഹി, അവിടെയൊക്കെ സർവേസ് പ്രകാരം 25 lakhs വരെ 25 ലക്ഷം ഒരു വർഷം ഏൺ ചെയ്യണവർക്ക് മാരേജ് മെറ്റീരിയലായിട്ട് തന്നെ
അവരെ ചിത്രീകരിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് അവിടുത്തെ സർവേ പറയുന്നത്. ആൺകുട്ടികൾ, മാരേജബിൾ ഏജിലുള്ള ആൺകുട്ടികൾ. അപ്പം ഇത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് അവർക്കും അതിന് ഒത്ത് ചിലപ്പം അതിനനുസരിച്ച് അവർക്കും നീങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉദിക്കുന്നുണ്ട്. കാരണം 14% അല്ലെങ്കിൽ 15% വ്യക്തികൾക്ക് അത്രയും ഒരു ആനുവൽ ഇൻകം ഈ ടയർ 1 ടയർ 2 സിറ്റീസിൽ പോലും ഉണ്ടാവുള്ളൂ. അപ്പം മാരേജബിൾ ഏജിലുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ രജിസ്ട്രേഷൻ ഡേറ്റ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ തന്നെ 1 in 4 ഇപ്പോൾ ബാംഗ്ലൂർ, പൂനെ പോലത്തെ ടയർ 2 സിറ്റീസിൽ പോലും 1 in 4 ഓൾറെഡി അൺമാരീഡ് ആണ്, 30 to 34 ഏജ് ഗ്രൂപ്പിലുള്ള യുവാക്കൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഈ പറഞ്ഞ പോലെ ആ എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ ആ പ്രതീക്ഷകൾക്കനുസരിച്ച് അവർക്കും അതിന് ഒത്ത് റേസ് ആവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനൊത്ത് അവർക്കും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവിടെ വരുന്നത്. എന്നാൽ കല്യാണം സ്വീകരിച്ച് അത് പാർട്ട്ണർഷിപ്പ്, ലോങ് ടേം പാർട്ട്ണർഷിപ്പ് തന്നെ ഉദ്ദേശിച്ച് നമ്മൾ മുമ്പോട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ഒരു നല്ല ശതമാനം യുവാക്കളും ഉണ്ട് ഇതിൽ. അപ്പോൾ അത് എങ്ങനെയാണ് ഫ്യൂച്ചറിലേക്ക് എങ്ങനെയാണ് നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ. കാരണം പലപ്പോഴും ഈ സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നതനുസരിച്ച് ഇത് ജെൻഡർ സ്പെസിഫിക് അല്ല. ഇപ്പോൾ 2 വ്യക്തികളുടെയും, ഇപ്പോൾ ജെൻസ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ജെൻസി എപ്പോഴും ഒരു ടെമ്പററി പ്ലഷേഴ്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്താണോ നോക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നീങ്ങുന്നത്. അപ്പോൾ ലോങ് ടേം എന്ത് ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ ലോങ് ടേം പാർട്ട്ണർഷിപ്പിലേക്ക് ഷോർട്ട് ടേം പാർട്ട്ണർഷിപ്സ് നയിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിതിൽ ആലോചിക്കേണ്ടത്. പക്ഷേ മാരേജ് റേറ്റ്സ് എടുക്കുവാണെങ്കിൽ തന്നെ ഈവൻ ഇഫ് ഈ ഒരു ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ, ഈ കോൺസ്ട്രെയിൻസ്, ഫൈനാൻഷ്യൽ ഇഷ്യൂസും എക്സ്പെക്റ്റേഷൻസിൻ്റെ പ്രോബ്ലം വരുന്നുണ്ടെങ്കിലും, ഈവൻ ദെൻ മാരേജ് മാർക്കറ്റിൽ ഈക്വലി സ്ത്രീകളുടെ ഒപ്പം പെൺകുട്ടികളുടെ ഒപ്പം തന്നെ ആൺകുട്ടികളും മാരേജ് മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളതാണ് സ്റ്റഡീസ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഡോക്ടറുടെ അടുത്ത് കൺസൾട്ടേഷന് വരുന്ന പെൺകുട്ടികളിൽ ഇപ്പോൾ വിവാഹം പേടിയാണ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, ഒത്തിരി പേര് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർ പ്രധാനമായിട്ടും പറയുന്ന അവരുടെ പേടികൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇക്വാലിറ്റി, പിന്നെ കരിയർ പ്രോഗ്രഷൻ, അതിലൊരു തടസ്സം വരുമോ? ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു, ഇപ്പോൾ ഫാമിലി എന്നുള്ള പ്രഷർ, അല്ലെങ്കിൽ അവർക്കത് കരിയർ പ്രോഗ്രഷനിൽ കണ്ടിന്യൂഷൻ വരാതിരിക്കുക, അതൊക്കെയാണ് അവരുടെ മെയിൻ കൺസേൺസ്. പിന്നെ ഒരു ഫ്രീഡം ഇപ്പോൾ ഒരു ഫാമിലി സെറ്റപ്പിലേക്കാണ് നീങ്ങുന്നത്. ഇപ്പോൾ ഇത്രയും നാളും ഒറ്റയ്ക്ക് ജീവിച്ചു, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ജീവിച്ചു, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത് കൊളീഗ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ റിസൈഡ് ചെയ്തുകൊണ്ടിരുന്നവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ഫാമിലി സിസ്റ്റത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇൻലോസുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരിക, ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരിക. അതൊക്കെയാണ് അവർ പ്രധാനമായിട്ട് പറയുന്ന ആശങ്കകൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി കല്യാണത്തിലേക്ക് നീങ്ങുമ്പോൾ ഇതാണല്ലോ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്, എക്സ്പെക്റ്റേഷൻസ് ഇതാണല്ലോ. അപ്പോൾ ഞാൻ വൈ ഷുഡ് ഐ, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് എൻ്റെ ഫ്രീഡം കർബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫ്രീഡം ഞാൻ എന്തിനു സാക്രിഫൈസ് ചെയ്യണോ? അപ്പോൾ അവിടെയാണ് ആ പ്രിൻസിപ്പിൾസ് മാറി, എക്സ്പെക്റ്റേഷൻസ് മാറി, ആ ഒരു പ്രിഫറൻസസ് വല്ലാണ്ട് മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക്. ഒരു 20-25 വർഷമൊക്കെ ജീവിച്ചൊരു വീട്ടിൽ നിന്ന് മറ്റൊരു ഇടത്തിലേക്ക് മൊത്തമായിട്ടും പറിച്ചു നടപ്പെടുക എന്ന് പറയുന്നത് ഒട്ടും നാച്ചുറൽ അല്ല എന്ന് തിരിച്ചറിയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണോ? അത് പോസിറ്റീവ് ആസ്പെക്ട്സും ഉണ്ട്, നെഗറ്റീവ് ആസ്പെക്ട്സും ഉണ്ട്. ഇപ്പം പാർട്ട്ണർ സപ്പോർട്ടീവാണ്, ഇപ്പം കൂടെ വന്ന് സ്പൗസ് സപ്പോർട്ടീവ് ആണെന്നുണ്ടെങ്കിൽ പല കുട്ടികളും അത് അഡ്ജസ്റ്റായി പോകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പലരും ഹാപ്പിയാണ് എന്ന് വെച്ചാൽ സപ്പോർട്ടീവ് സ്പൗസാണ്. അപ്പോൾ ഫാമിലിയെ എനിക്കധികം ഡീൽ ചെയ്യേണ്ടി വരുന്നില്ല. അവരുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ഇല്ലെങ്കിലും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ സ്പൗസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. എന്ത് വിഷയമുണ്ടെങ്കിലും പബ്ലിക്കായിട്ട് ഇഷ്യൂസ് സംസാരിക്കാതെ നമ്മൾ പേഴ്സണലായിട്ട് ഡീൽ ചെയ്യണു, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാതെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാതെ അത് ഡീൽ ചെയ്യുന്നു. അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളുമുണ്ട്. എന്നാൽ ഈ ഒരു ഇൻഹിബിഷൻ പറയുന്നവരുണ്ട്. ഒരു ജോയിൻറ്റ് ഫാമിലി അല്ലെങ്കിൽ ഒരു ഫാമിലി സിസ്റ്റത്തിലേക്ക് ഹസ്ബൻഡിൻ്റെ പേരൻസുമായിട്ട് ജീവിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവരുടെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനുമായിട്ട് ഇടപെടേണ്ടി വരുന്നു. അതൊക്കെ ഒരു ഇൻഹിബിഷനായിട്ട് പറയുന്ന കുട്ടികളുമുണ്ട്, പെൺകുട്ടികൾ. അവരുടെ മെയിൻ ഫോക്കസ് കരിയർ തന്നെയാണ്. കരിയറിൽ സ്റ്റോപ്പ് വരുന്നു, അല്ലെങ്കിൽ കരിയർ പ്രോഗ്രഷനിൽ തടസ്സങ്ങൾ വരുന്നു, ഇൻഡിപെൻഡൻസ് കേർബായി, അല്ലെങ്കിൽ ആ ഫ്രീഡത്തിൽ വ്യത്യാസങ്ങൾ വരുന്നു, ആ ഒരു ഇപ്പം ജീവിച്ച ജീവിതശൈലിയിൽ നിന്ന് വ്യത്യാസങ്ങൾ വരുന്നു. അതൊക്കെയാണ് അവർക്ക് കൂടുതലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്ന
ടോപ്പിക്സ്. അവർക്ക് കൂടുതൽ അതാണ് പ്രശ്നങ്ങൾ പറയാറ്. ഇത്രയും ക്രിറ്റിസിസം ഒക്കെ ഒരു ഫാമിലി സെറ്റപ്പിനെ കുറിച്ച് പറയുമ്പോഴും അതിനൊരു ബെറ്റർ ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? ബെറ്റർ ഓൾട്ടർനേറ്റീവ് എന്നല്ല, അതിനെ ഏറ്റവും പോസിറ്റീവായ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ കാണുക എന്നുള്ളത്. ഇപ്പം ഞാൻ ഡോക്ടർ പറഞ്ഞ അതിന് എക്സ്റ്റൻഷനായിട്ട് തന്നെ പറയുകയാണെങ്കിൽ, ഇന്നത്തെ ഞങ്ങൾ കാണുന്ന കപ്പിൾസിൽ അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിലെ എക്സ്പെക്റ്റേഷൻ റീഡിഫൈൻ ചെയ്യുന്നു. ഇപ്പം ഞങ്ങൾ ആൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അവരതിനെ ഒരു പാർട്ട്ണർഷിപ്പായിട്ട് തന്നെ കാണാനായിട്ടാണ്. സ്പൗസിനെ എൻ്റെ ലൈഫിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതോ എൻ്റെ കുടുംബത്തിലേക്ക് വന്ന് ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയായിട്ടല്ല കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഹോളാണ്, ഞങ്ങൾ ചേരുമ്പോൾ ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളും ഇതിലും വോമാവുന്നു എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അങ്ങനെ ആകുമ്പോൾ സൊസൈറ്റിയിൽ ഫാമിലി നമുക്ക് തരുന്നത് ഒരു സ്ട്രെങ്ത്താണ്. നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മളുടെ ഇമോഷണൽ ആങ്കറാണ്. ഇത് ഞങ്ങൾക്ക് പല ഫാമിലീസിലും നമുക്ക് പോസിറ്റീവായി കാണാം. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ട്രെൻഡ് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഒരു പരിധി വരെ മാഡം പറഞ്ഞ ഈ വിമുഖത അല്ലെങ്കിൽ പേടികളെ മാറ്റാൻ കഴിയും. സോ പോസിറ്റീവ് എക്സാമ്പിൾസ് തന്നെ ഡിഫൈൻ ചെയ്യട്ടെ നമ്മുടെ സ്റ്റോറീസ്. അങ്ങനെയുള്ള സ്റ്റോറീസ് ഒട്ടും പുറത്ത് കേൾക്കില്ല. എപ്പോഴും നെഗറ്റീവ് സ്റ്റോറീസിനാണ് കൂടുതൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഉള്ളത്. പോസിറ്റീവ് സ്റ്റോറീസാണ് മെയിൻ സ്ട്രീമിൽ കൂടുതലുള്ളത്. ആ ആക്സെപ്റ്റൻസ് ചിലപ്പോൾ നമ്മുടെ സൊസൈറ്റീനെ തന്നെ ലാർജറായിട്ട് ഈ ഒരു സ്ട്രെങ്ത് നൽകാൻ ഹെൽപ്പ് ചെയ്യും ഡെഫിനറ്റ്ലി. ഓക്കെ, ഇനി ഈ റിലേഷൻഷിപ്സിൻ്റെ ഫ്യൂച്ചർ, ഇത്രയും ഒരുപാട് കോയിൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരുപാട് ടേംസ് ഉണ്ട്, നമുക്ക് ന്യൂ ആണ് പല കാര്യങ്ങളും. എന്തായിരിക്കും അപ്പോൾ റിലേഷൻഷിപ്സിൻ്റെ മാരേജിൻ്റെ ഫ്യൂച്ചർ? ഫ്യൂച്ചർ ഓഫ് റിലേഷൻഷിപ്സ് എപ്പോഴും ഹോപ്പ്ഫുൾ തന്നെയാണ്. പോസിറ്റീവായിട്ട് തന്നെ എടുക്കാനാണ് താല്പര്യമെന്ന് വെച്ചാൽ അതൊരിക്കലും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും ഇല്ലാതെ ആവുന്നില്ല. മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായാലും അത് പ്രോഗ്രസ് ചെയ്യും, അതെന്തായാലും കണ്ടിന്യൂഷൻ ഉണ്ടാവും. ഈവൻ ഫ്യൂച്ചർ ജനറേഷൻസിൽ അതുണ്ടാവും. പക്ഷേ നമ്പർ ഓഫ് പീപ്പിൾ അതായത് സെക്കൻഡ് തോട്ട്സ് അല്ലെങ്കിൽ പീപ്പിൾ ഹൂ ഹാവ് ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് താല്പര്യങ്ങൾ പറയുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളാണ് കൂടുതൽ നമ്മൾ കേരളത്തിൽ പറയുന്നത്. പക്ഷേ അങ്ങനെ തന്നെ ചിന്തിക്കുന്ന ഒരു വിഭാഗം വ്യക്തികളുണ്ട് ചെറുപ്പക്കാരിൽ പലരും. പക്ഷേ ഇപ്പോഴും ഹോപ്പ്ഫുള്ളാണ്. ഒരു ലോങ് ടേമിലേക്ക് പാർട്ട്ണർഷിപ്പ്, ലോങ് ടേം സ്പൗസ്, ലോങ് ടേം പാർട്ട്ണർ, ഒരു റിലേഷൻഷിപ്പ് മാരേജിൽ എത്തിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത്. അത് തന്നെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ നോക്കേണ്ടതും. റിലേഷൻഷിപ്സിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി പുതിയ കാലത്ത് കുട്ടികൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കും എന്ന് കൂടി കരുതാം. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. പുതുതലമുറയുടെ മാറുന്ന വിവാഹ ജീവിത സങ്കല്പങ്ങളെ കുറിച്ചാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്തത്. അതിഥികൾക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സ്നേഹോപഹാരം സമ്മാനിക്കാനായി ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.